ആമി ടൂറിസം പയ്യന്നൂർ സംഘടിപ്പിച്ച 3 ദിവസത്തെ ഉല്ലാസയാത്രയ്ക്ക് ആയിട്ടാണ് നാം ഹൈദരാബാദിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിരാവിലെ ഹൈദരാബാദിലെത്തി ഫ്രഷപ്പ് ഒക്കെ കഴിഞ്ഞ് ഗോൽക്കൊണ്ട ഫോർട്ട് കാണുവാനായി ഇപ്പോൾ നാം ഗോൽക്കൊണ്ട ഫോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ടൂറിസ്റ്റ് സീസൺ ആയതുകൊണ്ട് തന്നെ വളരെയേറെ തിരക്കുള്ള സമയമാണ് ഇപ്പോൾ. പല ടൂറിസ്റ്റ് കമ്പനികളും തങ്ങളുടെ യാത്രക്കാരുമായി ഇവിടെ എത്താറുള്ളത് പതിവാണ്. വരുന്ന യാത്രക്കാരിൽ പല പല നിറത്തിലുള്ള തൊപ്പികൾ വെച്ച ആൾക്കാർ പല പല യാത്രാ സംഘങ്ങളിലെ അംഗങ്ങളുമാണ്. എന്നോടൊപ്പം ഏതാണ്ട് 43 സഹയാത്രികരാണ് ഈ ഹൈദരാബാദ് യാത്രയിൽ പങ്കെടുക്കുന്നത്. വെളുത്ത തൊപ്പിയണിഞ്ഞ സഹയാത്രികരാണ് ആമി ടൂറിസം സംഘടിപ്പിച്ച ഈ യാത്രയിൽ ഹൈദരാബാദ് കാണാനായി എത്തിയിരിക്കുന്നത്. അവരെല്ലാവരും വളരെയേറെ ആകാംക്ഷയോടെ യാത്ര നടത്തുകയും ഈ ഗോൽക്കൊണ്ട കോട്ടയിലെത്തുകയും ഇവിടുത്തെ വിശേഷങ്ങൾ വിവരിച്ചു തരാനായി വരാനിരിക്കുന്ന ഗൈഡിനു വേണ്ടി കാത്തിരിക്കുകയുമാണ്. ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ഈ യാത്രാ സംഘത്തിൻ്റെ തലവനായ നമ്മുടെ ടൂറിസ്റ്റ് ഡയറക്ടറായ ബിജേഷ് ഈ ഗോൽക്കൊണ്ട കോട്ടയുടെ മഹാത്മ്യത്തെപ്പറ്റിയും ഇതിൻ്റെ ചരിത്രത്തെപ്പറ്റിയും ഈ ഗ്രൂപ്പിലുള്ള സഹയാത്രികരോട് വളരെ വിശാലമായി പറഞ്ഞു തരികയാണ്. ഇങ്ങനെ ഗോൽക്കൊണ്ട കോട്ടയിലെ പ്രവേശന കവാടത്തിൽ ഇവിടുത്തെ ലോക്കൽ ടൂർ ഗൈഡിനായി കാത്തിരിക്കുമ്പോൾ സഹയാത്രികർ തമ്മിൽ പരിചയപ്പെടുകയും അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയുമാണ്. പല പല നാട്ടിൽ നിന്ന് വന്നവരും പല പല പ്രായക്കാരും പല പല ജോലി ചെയ്തിരുന്നവരും ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ആയിരുന്നവരും ഒക്കെ ഉണ്ട് ഈ യാത്രാ ഗ്രൂപ്പിൽ. അങ്ങനെ പരസ്പരം പരിചയപ്പെട്ടും കുശലം പറഞ്ഞും ഇനി ഉള്ള 3 ദിവസം എങ്ങനെയാണ് നമ്മൾ ഫലപ്രദമായി ചെലവഴിക്കേണ്ടത് എന്ന കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ചെയ്യുമ്പോഴേക്കും ഇവിടുത്തെ ലോക്കൽ ഗൈഡ് എത്തിക്കഴിഞ്ഞു. ഗൈഡ് ഹിന്ദിയും ഇംഗ്ലീഷും ഏതാണ്ടൊക്കെ തട്ടിയും മുട്ടിയും സംസാരിക്കാൻ മാത്രം കഴിവുള്ള ഒരാളാണ്. അതുകൊണ്ട് അയാൾ ഈ കോട്ടയെപ്പറ്റിയും ഇതിൻ്റെ ചരിത്രത്തെപ്പറ്റിയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അത് നിങ്ങൾക്കായി ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഹൈദരാബാദിലെ ഗോൽക്കൊണ്ട ചരിത്രപരമായി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്മാരകങ്ങൾ ഒന്നാണ്. എന്നാൽ ഈ ഗോൽക്കൊണ്ട കോട്ട പണി കഴിപ്പിച്ചത് കാക്കതീയന്മാരാണ്. 120 മീറ്റർ ഉയരമുള്ള ഒരു കുന്നിൻ മുകളിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കുതുബ് ഷാഹി രാജവംശത്തിൻ്റെ കോട്ടയാണ് ഈ ഗോൽക്കൊണ്ട കോട്ട. പ്രതാപശാലികളായ കുതുബ് ഷാഹികളുടെയും നിസാമുകളുടെയും വസതി കൂടിയായിരുന്നു ഈ മഹത്തായ കൊട്ടാരം. 400 വർഷത്തിലേറെയായി അവർ ഡെക്കൻ ഭരിച്ചു. AD 13-ാം നൂറ്റാണ്ടിൽ കാക്കതീയ രാജാക്കന്മാരാണ് ഈ കോട്ട പണിതത് എന്നാണ് ചരിത്രം. കുതുബ് ഷാഹി രാജാക്കന്മാർ പിന്നീട് 1525-ൽ ഇത് പുനർനിർമ്മിച്ചു. ഗോൽക്കൊണ്ട കോട്ടയെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഇന്നും ശക്തമായി നിലനിൽക്കുന്ന കോട്ടയുടെ മുക്കുകളും മൂലകളും പര്യവേഷണം ചെയ്യുകയും ഇന്നിൻ്റെ ഒരാവശ്യം കൂടിയാണ്. ഹൈദരാബാദിൽ എത്തുന്ന ഏതൊരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായി കണ്ടിരിക്കേണ്ട ഒരു ആകർഷണ കേന്ദ്രം കൂടിയാണ് ഈ ഗോൽക്കൊണ്ട കോട്ട. ഇത് വാസ്തുവിദ്യ സൗന്ദര്യവും ചരിത്രപരവുമായ പ്രാധാന്യവും കണക്കിലെടുത്ത് ഇത് സന്ദർശിക്കുക അനിവാര്യമാണ്. കുതുബ് ഷാഹി ശവകുടീരങ്ങൾ, ആലംഗീർ മസ്ജിദ്, ബാദ്ഷാഹ് മഹൽ തുടങ്ങിയ ഗോൽക്കൊണ്ട കോട്ടയ്ക്കുള്ളിലെ ചരിത്ര സ്മാരകങ്ങൾ കാണാനുള്ള അവസരവും
യാത്രികർക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. കാലത്തിൻ്റെ പരീക്ഷണമായി നിലകൊള്ളുന്ന ദൃഢമായ വാസ്തുവിദ്യയാണ് ഗോൽക്കൊണ്ട കോട്ടയുടെ മറ്റൊരു മനോഹര സവിശേഷത. കോട്ടയുടെ നിർമ്മാണത്തിന് ശേഷം നിരവധി തവണ പുനഃസ്ഥാപിക്കപ്പെട്ടെങ്കിലും ഇപ്പോഴും അതിൻ്റെ എല്ലാ കെട്ടിടങ്ങളും കേടുപാടുകൾ കൂടാതെ മനോഹരമായി കാണപ്പെടുന്നു. സഞ്ചാരികൾക്ക് ഗൈഡഡ് ടൂറിലോ സെൽഫ് ഗൈഡഡ് ടൂറിലോ സന്ദർശിക്കാൻ കഴിയുന്ന നിരവധി മ്യൂസിയങ്ങളും ഈ കോട്ടയ്ക്കുള്ളിലുണ്ട്. ഹൈദരാബാദിലെ ഗോൽക്കൊണ്ട കോട്ട ഇപ്പോൾ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. പ്രശസ്തമായ ഒരു ചരിത്ര സ്ഥലം കൂടിയാണ് ഈ കോട്ട. 1931 പ്രഖ്യാപിക്കപ്പെടുകയും ഈ കോട്ടയുടെ വാസ്തുവിദ്യയും ഘടനയും രജപുത്ര വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നും കൂടിയാണ്. ഹൈദരാബാദിലെ പ്രശസ്തമായ ആകർഷണങ്ങൾ ഒന്നായ ഗോൽക്കൊണ്ട കോട്ട നഗരത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. വാസ്തുവിദ്യയുടെയും എഞ്ചിനീയറിംഗിൻ്റെയും മികച്ച ഉദാഹരണം കൂടിയാണ് ഈ കോട്ട. തെലുങ്കാനയിലെ ഹൈദരാബാദിൽ നിന്നും ഏതാണ്ട് 11 കിലോമീറ്റർ പടിഞ്ഞാറായിട്ടാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. നഗരമധ്യത്തിൽ നിന്നും വളരെ ദൂരത്തായാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് എങ്കിലും വിനോദസഞ്ചാരികൾക്ക് ധാരാളം താമസ സൗകര്യങ്ങൾ ഈ കോട്ടയ്ക്ക് സമീപം ലഭ്യമാണ്. അവധിക്കാല താമസത്തിനായി റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വാടകയ്ക്കെടുക്കാനും വാങ്ങാനും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഹോട്ടലുകളുടെയും ഗസ്റ്റ് ഹൗസുകളുടെയും രൂപത്തിൽ ധാരാളം ഓപ്ഷനുകളും ഇവിടെ ലഭ്യമാണ്. ഗോൽക്കൊണ്ട കോട്ടയുടെ ഏറ്റവും സൗകര്യപ്രദമായ കാര്യങ്ങളിൽ ഒന്ന് അതിൻ്റെ തുറക്കുന്ന സമയമാണ്. രാവിലെ 9 മുതൽ വൈകുന്നേരം 5:30 വരെ ഇവിടെ സന്ദർശകർക്ക് സന്ദർശന അനുമതിയുണ്ട്. 4 കവാടങ്ങളിലൂടെയോ 3 കവാടങ്ങളിലൂടെയോ ഇവിടെ നിങ്ങൾക്ക് ഈ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാം. വിദേശികൾക്കും മുതിർന്നവർക്കും 100 രൂപ മുതൽ 200 രൂപ വരെയും 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 50 രൂപയുമാണ് ഇവിടുത്തെ പ്രവേശന ഫീസ്. ഇന്ത്യക്കാരായ ഒരാൾക്ക് 25 രൂപയാണ് പ്രവേശന ഫീസായി നൽകേണ്ടത്. എന്നിരുന്നാലും 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 20 രൂപയാണ് ഇവിടെ നൽകേണ്ടത് പ്രവേശന ഫീസായി. ഹൈദരാബാദിലെ ഈ ഗോൽക്കൊണ്ട കോട്ട ഹൈദരാബാദിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കുന്നിൻ മുകളിൽ വിശാലമായ താഴ്വരയ്ക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്നു. മനോഹരമായ വയലുകളും വനങ്ങളും നിറഞ്ഞതാണ് ഈ താഴ്വര. കൂടാതെ ചുറ്റുമുള്ള മലഞ്ചെരുവുകളുടെയും താഴ്വാരങ്ങളുടെയും മികച്ച കാഴ്ചയും ഇവിടെ നിന്ന് ലഭ്യമാണ്. ജുമാ മസ്ജിദ് റോഡിൽ നിന്നാണ് ഈ ചരിത്ര സ്ഥലത്തേക്കുള്ള പ്രധാന കവാടം തുറക്കപ്പെടുന്നത്. 2 പ്രവേശന കവാടങ്ങൾ കൂടിയുള്ള ഒരു തുറന്ന മുറ്റത്തേക്ക് ഇത് നയിക്കുന്നു. ഇതിൽ ഒന്ന് കിഴക്കോട്ടും മറ്റൊന്ന് വടക്കോട്ടുമാണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യത്തേത് മുഹമ്മദ് നബിയുടെ ആരാധനാലയങ്ങളിലേക്കാണ് തുറക്കപ്പെടുന്നത്. എന്നിരുന്നാലും രണ്ടാമത്തേത് സരസ്വതി, ലക്ഷ്മി ദേവതകൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ചില ചെറിയ ക്ഷേത്രങ്ങളിലേക്കാണ് തുറക്കപ്പെടുന്നത്. ഇന്ത്യയിലെ ഒരു ചരിത്ര സ്മാരകവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് ഹൈദരാബാദിലെ ഈ ഗോൽക്കൊണ്ട കോട്ട. 1781 സുൽത്താൻ ടിപ്പു ഇവരെ പരാജയപ്പെടുത്തുന്നതുവരെ ഈ കോട്ട അവരുടെ തലസ്ഥാനമായിരുന്നു. വാസ്തുവിദ്യ പ്രാധാന്യം കണക്കിലെടുത്ത് 1997 മുതൽ യുനെസ്കോ ഇതിനെ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചു. ഹൈദരാബാദിൻ്റെ ചരിത്രത്തിലും ഇതിന് ഒരു പ്രധാന പങ്കുണ്ട്. ചാർമിനാർ അല്ലെങ്കിൽ ക്വില റാണി മഹൽ പോലെയുള്ള പ്രസക്തിയാണ് ഈ കോട്ടയ്ക്കും ഉള്ളത്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വജ്രവും ഇതുവരെ ഖനനം ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വജ്രവുമാണ് കോഹിനൂർ. ഏകദേശം 1650 ഗോൽക്കൊണ്ട ഭരണാധികാരി ആസിഫ് ജാ ഒന്നാമനാണ് ഇത് ദക്ഷിണേന്ത്യയിലെ ഗോൽക്കൊണ്ടയിൽ കണ്ടെത്തിയത്. മാതാർ മഹൽ, കണ്ണാടികളുടെ കൊട്ടാരം എന്നും ഹോപ്പ് ഡയമണ്ട് അറിയപ്പെടുന്നുണ്ട്. ഇത് 2106 ക്യാരറ്റ് ഭാരവും
ഉള്ള ഒന്നുകൂടിയാണ്. സുൽത്താൻ മുസാഫർ ഷാ രണ്ടാമനെ ഇന്ത്യ ആക്രമിച്ചപ്പോൾ AD 1531 തോൽപ്പിച്ച് ഹെൻറി മൂന്നാമൻ അത് ഫ്രാൻസിന് സമ്മാനിച്ചപ്പോൾ ഡാരിയ ഈ നൂർ മൂല്യം കുതിച്ചുയർന്നു. ഹൈദരാബാദിലെ ഗോൽക്കൊണ്ട ഫോർട്ട് തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ്. മൂസി, മഞ്ജിറ എന്നീ 2 നദികൾക്കിടയിലുള്ള ഒരു ദ്വീപിലാണ് ഈ കോട്ട പണിതിരിക്കുന്നത്. പിന്നീട് ചുറ്റുമുള്ള കൂടുതൽ സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്നതിനായി ഇത് വികസിപ്പിക്കുകയും അക്കാലത്ത് ഗോൽക്കൊണ്ട മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നായി ഇത് മാറുകയും ചെയ്തു. ഉയർന്ന ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഗോൽക്കൊണ്ട അല്ലെങ്കിൽ പർവ്വതകോട്ട എന്ന പേരിലേക്ക് ഇത് അറിയപ്പെടാൻ ഇടയായി. സമുദ്രനിരപ്പിന് മുകളിൽ ഭൂകമ്പം, വെള്ളപ്പൊക്കം മുതലായ പ്രകൃതി ക്ഷോഭങ്ങൾ തുടങ്ങി നിരവധി കാരണങ്ങളാൽ ഈ കോട്ട കാലക്രമേണ പല തവണ പുതുക്കി പണിയപ്പെട്ടിട്ടുണ്ട്. ഹൈദരാബാദിലെ ഗോൽക്കൊണ്ട കോട്ടയ്ക്ക് സമീപമുള്ള റിയൽ എസ്റ്റേറ്റ് ലാൻഡ്സ്കേപ്പിൽ പാർപ്പിടവും വാണിജ്യപരമായി പ്രോപ്പർട്ടി ഓപ്ഷനുകളും അടങ്ങിയിരിക്കുന്നു. ഹൈദരാബാദിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ഗോൽക്കൊണ്ട കോട്ട. നഗരത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിലെ വിവിധ മാർഗങ്ങളിലൂടെ ഈ കോട്ടയെ ബന്ധിപ്പിച്ചിരിക്കുന്നു. മെട്രോ, ബസ്, ഓട്ടോ, ട്രെയിൻ, എയർപോർട്ട് എന്നിവ വഴി യാത്രികർക്ക് ഈ കോട്ടയിൽ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ഹൈദരാബാദിലെ പ്രധാന ബസ് സ്റ്റേഷനുകളിൽ ഒന്നാണ് മഹാത്മാഗാന്ധി ബസ് സ്റ്റേഷൻ. ബസ് സ്റ്റേഷനിൽ നിന്നും 12.3 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. 12.3 കിലോമീറ്റർ ദൂരത്താണെങ്കിൽ കൂടിയും അവിടെ നിന്നും ഈ കോട്ടയിലേക്ക് എത്തിച്ചേരാൻ ധാരാളം ബസ്സുകൾ ലഭ്യമാണ്. ഓട്ടോയിലും ടാക്സിയിലും ഇവിടേക്ക് എത്തിച്ചേരാവുന്നതാണ്. നഗരത്തിൽ ഓടുന്ന ലോക്കൽ ബസ്സുകളിലും യാത്രികർക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റുന്നതാണ്. ഗോൽക്കൊണ്ട കോട്ടയിലേക്ക് പോകുന്ന ചില പ്രാദേശിക ബസ്സുകൾ 65G, 66G എന്നിവയാണ്. ഹൈദരാബാദിലെ മറ്റൊരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ ചാർമിനാറിൽ നിന്നാണ് ഈ ബസ്സുകൾ ഇവിടേക്ക് ഓടിയെത്തുക. ശങ്കർപള്ളി ബസ്സാണ് ഗോൽക്കൊണ്ട ഫോർട്ടിലേക്ക് പോകുന്ന മറ്റൊരു ബസ്. എന്നിരുന്നാലും ഇത് യാത്രികരെ ഗോൽക്കൊണ്ട കോട്ടയിൽ നിന്നും 2.5 കിലോമീറ്റർ അകലെ മാത്രമേ ഇറക്കുകയുള്ളൂ. അവിടെ നിന്നും ഈ കോട്ടയിലേക്ക് എത്താൻ ടാക്സിയോ ഓട്ടോയോ എടുക്കേണ്ടതുണ്ട്. മെട്രോ വഴിയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ജൂബിലി ഹിൽസ് ചെക്ക് പോസ്റ്റ് സ്റ്റേഷനാണ് കോട്ടയ്ക്ക് ഏറ്റവും അടുത്തുള്ള മെട്രോ റെയിൽവേ സ്റ്റേഷൻ. അവിടെ ഇറങ്ങിയതിന് ശേഷം വേണം യാത്രികർക്ക് ഏതാണ്ട് 7.5 കിലോമീറ്റർ സഞ്ചരിച്ച് ഈ കോട്ടയിലേക്ക് എത്താൻ. അങ്ങനെ നഗരത്തിലെ മറ്റ് ചരിത്ര പ്രശസ്തമായ സ്ഥലങ്ങളും മറ്റ് സ്ഥലങ്ങളുമൊക്കെ ഈ കോട്ടയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ ഈ കോട്ടയുടെ ചരിത്രം ചിന്തിച്ചുകൊണ്ടും ഈ കോട്ടയിലെ പ്രധാന സ്ഥലങ്ങൾ കണ്ടുകൊണ്ടും നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് രാംദാസ് കോട്ടയിലേക്കാണ്. രാംദാസ് എന്ന വ്യക്തിയെ ഈ കോട്ടയിലാണ് ജയിലിൽ പാർപ്പിച്ചിരുന്നത്. ദേവിക്ക് വേണ്ടി മന്ദിരം പണിതു എന്നുള്ള ഒരേ ഒരു കുറ്റത്തിന് ആയിട്ടാണ് രാംദാസിനെ അറസ്റ്റ് ചെയ്യുകയും അന്നത്തെ ഭരണാധികാരി ഇവിടെ ഈ ജയിലിനുള്ളിൽ തടവിലാക്കുകയും ചെയ്തത്. ഏതാണ്ട് 12 വർഷത്തോളം അദ്ദേഹം ഈ ജയിലിൽ കിടക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം തനിക്ക് പൂജിക്കാനായി നിർമ്മിച്ച ദേവി വിഗ്രഹവും അതുപോലെ അദ്ദേഹത്തിന് ഈ കോട്ടയിലേക്ക് മുകളിൽ കൂടി ഭക്ഷണവും വെള്ളവും മറ്റും ഇറക്കി കൊടുക്കുന്നതിനായി നിർമ്മിച്ച ദ്വാരവും നമുക്ക് ഈ ജയിലിനുള്ളിൽ കാണാവുന്നതാണ്. അങ്ങനെ യാത്രയിൽ ഉടനീളം നമ്മോടൊപ്പം ഉണ്ടായിരുന്ന സഹയാത്രികർ ഓരോരുത്തരായി ഈ ജയിലിന് ഉള്ളിൽ കടക്കുകയും അവിടുത്തെ കാഴ്ചകൾ കാണുകയും ദേവിയെ സന്ദർശിക്കുകയും ചെയ്തതിന് ശേഷം ഓരോരുത്തരായി ഈ ജയിലിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇങ്ങനെ
യാത്രികർ പുറത്തേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ഈ കോട്ടയുടെ മുകളിലത്തെ വിസ്മയകരമായ കാഴ്ചകൾ കാണാൻ വേണ്ടി തങ്ങളുടെ യാത്ര തുടരുകയാണ്. ഈ ഗ്രൂപ്പിലുള്ള എല്ലാ പ്രായക്കാരും കൂടെയാണ് ഈ കോട്ടയ്ക്ക് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. പ്രായഭേദമന്യേ ക്ഷീണം ലവലേശമില്ലാതെ എല്ലാവരും അത്യുത്സാഹത്തോടെ കോട്ടയുടെ ഓരോ പടികളും കയറി മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ നിന്നും താഴേക്കുള്ള കാഴ്ച വളരെ മനോഹരമാണ്. വിശാലമായ ഹൈദരാബാദ് സിറ്റിയും അതുപോലെ തന്നെ ആ ഹൈദരാബാദ് സിറ്റിയോട് ചേർന്ന് കിടക്കുന്ന മറ്റ് പ്രദേശങ്ങളും നമുക്ക് ഈ കോട്ടയുടെ മുകളിൽ നിന്നും മനോഹരമായി കാണാനാവുന്നതാണ്. ഇങ്ങനെ എതിരെ വരുന്ന മറ്റ് യാത്രികരെയും അതുപോലെ നമ്മോടൊപ്പം യാത്ര ചെയ്യുന്ന മറ്റ് യാത്രികരെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഗൈഡ് ഈ കോട്ടയെപ്പറ്റിയും അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളെപ്പറ്റിയും ഈ കോട്ട ഇവിടെ വരാനുള്ള കാരണത്തെപ്പറ്റിയും ഈ കോട്ടയിലെ വിവിധ തരം സാങ്കേതിക വിദ്യകളെക്കുറിച്ചും അതുപോലെ തന്നെ ഈ കോട്ടയ്ക്കുള്ളിൽ അന്നത്തെ കാലത്തെ സാങ്കേതിക വിദ്യ കൊണ്ട് നിർമ്മിച്ച പല കുളങ്ങളെപ്പറ്റിയും അവിടെ നിന്നും കോട്ടയുടെ മുകളിലേക്ക് വെള്ളമെത്തിക്കാനായി ഉപയോഗിച്ചിരുന്ന ഹാൻഡ് പമ്പിനെക്കുറിച്ചും ഒക്കെയാണ് വാചാൽ നായി സംസാരിക്കുന്നത്. ഇങ്ങനെ ഗൈഡിൻ്റെ വാചാലമായ വിവരണങ്ങളൊക്കെ കേട്ടുകൊണ്ട് സഹയാത്രികർ ഈ കോട്ടയുടെ മഹാത്മ്യം മനസ്സിലാക്കുകയും തങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്കായി ഒരുങ്ങുകയുമാണ്. ഗൈഡിൻ്റെ വിശദമായ വിവരണവും കേട്ട് പടികൾ കയറി നാം കോട്ടയുടെ മുകളിലേക്ക് നടന്ന് കയറുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത് കുന്നിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിന് യാതൊരു ഭംഗവും വരുത്താതെ കല്ലുകളെയും മലകളെയും അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് മനോഹരമായി സുദൃഢമായി പണി കഴിപ്പിച്ച കോട്ടയാണ്. കരിങ്കല്ലിൽ നിർമ്മിച്ച അതിശക്തമായ കോട്ടയും ആ കോട്ടയുടെ മനോഹരമായ സൗന്ദര്യവും കണ്ടുകൊണ്ട് യാത്രികരെല്ലാവരും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.